ബൈജേട്ടാ, നമ്മൾ ആദ്യമായിട്ട് സാങ്ക്ടിറ്റി ഫാമിലി വരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2020 ജനുവരിയിലാണ്. അന്ന് തൊട്ട് എല്ലാ വർഷവും നമ്മൾ ഈ ഒരു സമയമാകുമ്പോൾ, ഈ പറഞ്ഞ നവംബർ, ഡിസംബർ, ജനുവരി ആ ഒരു ടൈം ആകുമ്പോൾ നമ്മളൊരു വ്ളോഗ് റിലീസ് ചെയ്യാറുണ്ട്. അപ്പം എല്ലാ വർഷവും നമ്മൾ വരുമ്പോഴും ഓരോരോ പുതിയ കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റാറുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ലാൻഡുകൾ അക്വയർ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. നമ്മൾ എല്ലാ വർഷവും ഇതിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോവാറുണ്ട്. പക്ഷേ ഈ ഒരു വ്ളോഗ് ആദ്യമായിട്ട് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്താണ് സാങ്ക്ടിറ്റി ഫാമിലി, ഈ കമ്മ്യൂണിറ്റി എന്താണ്, ഇവിടുത്തെ പോളിസീസ് എന്താണ്, ഇതൊന്നും അറിയണം നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു പുതിയ വ്യൂവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു 5 years കൊണ്ട് നമ്മുടെ ഒരു ജേർണി അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ. ഫസ്റ്റ് സാങ്ക്ടിറ്റി ഫാമിലി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് കുറച്ച് ബാക്കിലേക്ക് വന്നിട്ട് കുറേ ആളുകൾ ഒത്തിരി മരങ്ങളുടെയും ബാക്കി ഒരുപാട് ആർക്കിടെക്ചറൽ അപ്രോച്ചുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് താമസിക്കുക. അറ്റ് ദ സെയിം ടൈം നമുക്ക് കുറച്ച് കൂടുതൽ വണ്ടി ഓടിച്ചാൽ വീണ്ടും സിറ്റിയിലെത്താൻ പറ്റുന്ന ഈ റഷുള്ള സ്ഥലത്തായിരിക്കുമല്ലോ ഈ സൈലൻസും സ്പേസുള്ള സ്ഥലത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രൈമറി മോഡൽ. ഓക്കെ. പല ആളുകൾ സിറ്റിയിലെത്തുന്നത് പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പല പല ജോഗ്രഫിയിൽ നിന്നാണ്. പിന്നെ അവർക്ക് തിരിച്ചു പോക്കൊന്നും നടക്കത്തില്ല, പ്രാക്ടിക്കൽ അല്ല. അറ്റ് ദ സെയിം ടൈം സിറ്റിക്ക് സിറ്റിയുടേതായിട്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂട്ടി ഇണക്കുന്ന സെറ്റപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റിംഗ് എ വില്ലേജ് അറ്റ്മോസ്ഫിയർ വെറിൻ എൽഡേഴ്സ് ടു യങ്ങേഴ്സ് എവരിബഡി ഉണ്ടായിരിക്കും, മൃഗങ്ങൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം ചേർന്നിട്ട് നമ്മളൊരു വില്ലേജ് റീക്രിയേറ്റ് ചെയ്യുന്നു വിത്ത് എ വിഷൻ. ഓക്കെ. അപ്പോൾ ഇവിടെ ആളുകൾക്ക് പെർമനൻ്റ് ആയിട്ട് വന്നിട്ട് താമസിക്കാം, ആളുകൾക്ക് വീക്കെൻഡിൽ വന്നിട്ട് ഇഷ്ടമുള്ളപ്പോൾ താമസിക്കാം, ബാക്കിയുള്ള സമയം ഹോസ്പിറ്റാലിറ്റിക്ക് കൊടുക്കാം, അങ്ങനെ റവന്യൂ ഉണ്ടാക്കാം. അവരുടെ വീടുകൾ അതേപോലെ തന്നെ എപ്പോഴും നീറ്റും ക്ലീനും ആയിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇതിപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഇതിൻ്റെ ഡെവലപ്മെൻറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഏത് സാങ്ക്ടിറ്റി ഫാമിലിയും ഇപ്പോൾ ഇവിടെ ഏകദേശം 5ാമത്തെ പ്രോജക്റ്റാണ് നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ മാസം ഡിസംബർ 20-ാം തീയതിയാണ് ലോഞ്ച്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി ഇവിടുത്തെ ലൈഫ് സ്റ്റൈല് ആദ്യം ബാക്ക് എൻഡ് റെഡിയാക്കി എടുക്കുക. വെള്ളം, ഇലക്ട്രിസിറ്റി, ചെടി, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഹൗ ടു ഡെവലപ്പ് ആൻ ഇൻട്രസ്റ്റിംഗ് കമ്മ്യൂണിറ്റി ടു ഹോസ്റ്റ് ഹിയർ. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ആളുകളെ വിളിക്കുന്നത് ഓക്കെ നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിന് തോന്നുമ്പോഴോ അല്ലെങ്കിൽ ഇതും ആസ്വദിക്കണം, എനിക്ക് സിറ്റിയും വേണം, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഇതൊരു റെഡി ടു കം ആൻഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ. ഇത് തൊട്ടടുത്തുള്ള പല പല ഫേസുകളായിട്ട് ഒരേ സ്ഥലത്ത് അത്രയും ലാൻഡ് കിട്ടാത്തത് കൊണ്ട് ഇതേ ആശയം ഇതേ ആളുകളൊക്കെ വെച്ചിട്ട് അടുത്തടുത്തുള്ള ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ സ്ഥലത്തും ഹോസ്പിറ്റാലിറ്റി റൺ ചെയ്യിക്കുന്ന വിധത്തിലേക്ക് ഡെവലപ്മെൻറ്റിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് സാങ്ക്ടിറ്റി ഫാമിലിയുടെ കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ലാൻഡ് വാങ്ങിക്കുക, അതിനോട് ബന്ധപ്പെടുക, കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് പല വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബ്ലാക്ക് ബോക്സാണ്. അപ്പോൾ നമ്മൾ അത് ആഗ്രഹിച്ചിട്ട് വന്നിട്ട് അത് ചെയ്തത് കൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളും മറ്റതൊക്കെ വെച്ച് ഇത് കൂടുതൽ ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മളാണ് അതിൻ്റെ ഇടയിൽ നിന്നിട്ട് അവർക്ക് ആ കോൺഫിഡൻസ് കൊടുക്കുന്നത്. ഓക്കെ. എന്നിട്ട് എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് എത്തിക്കുന്നു. പിന്നെ ഈ വീക്കെൻഡുകളും പല സാഹചര്യങ്ങളും ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടുതൽ എൻജോയ് ചെയ്തിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിങ്ങനെ കണ്ടിന്യൂസ് അപ്പം ഈ 4 കൊല്ലത്തെ വ്യത്യാസം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കോൺസ്റ്റൻ്റ്ലി ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ താമസിക്കുന്നുണ്ട്, നമ്മളെ ലൈഫ് സ്റ്റൈൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത് ഇവിടുത്തെ സിസ്റ്റത്തിന് മുഴുവൻ എങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്നും ഒരു ഫിക്സ്ഡ് ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോജക്റ്റുകളല്ല. ഇത് തുടങ്ങിയത് 5 ഏക്കറിലായിരുന്നെങ്കിൽ ഈ പ്രോജക്റ്റ് ഇപ്പോൾ ഏകദേശം 150 ഏക്കർ ആയിട്ടുണ്ട്. പ്ലസ് കോൺസ്റ്റൻ്റ്ലി ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ ഇതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ഇതിൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്ന ആളുകൾ കണ്ടിന്യൂസ്ലി ഇതിൽ വന്നിട്ട് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുതന്നെയാണ് എല്ലാ ലൊക്കേഷനിലെയും കേസ്. നമ്മളൊരു സ്പെസിഫിക് ഏരിയയിൽ ഇത്ര ഏരിയ, ഇത്ര പ്ലോട്ട്, ഇത്ര അങ്ങനെയല്ല. ലൈഫ് ഈസ് കണ്ടിന്യൂസ്. സോ ദിസ് ലേഔട്ടിനും ഒരു ലൈഫുണ്ട്,
ഒരു ജീവിതമുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ആളുകൾ കയറുന്നതിനനുസരിച്ച്, ഏരിയ കൂടുന്നതിനനുസരിച്ച് പല പല മാറ്റങ്ങൾ ഇതിന് നടന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, വി ആർ കോൺസ്റ്റൻ്റ്ലി ഫൈൻഡിങ് വേസ് ടു ഇംപ്രവൈസ് ദ ലൈഫ് സ്റ്റൈൽ ഹിയർ. സോ ദാറ്റ് ചേഞ്ച് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തോന്നുന്നു നമ്മൾ SF1 ആദ്യം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 50 acres അല്ലെ, അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ ചെയ്തത്. അന്ന് നമ്മൾ തുടങ്ങുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ബൈജുവേട്ടൻ മെയിൻലി എന്ന് പറഞ്ഞത് ബൈജുവേട്ടൻ്റെ ഒരു വിഷനെ കുറിച്ചാണ്. നമുക്ക് കാണിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട്. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഇത്രയും വീടുകളായി, പല ആളുകളും എനിക്ക് തോന്നുന്നു ഇവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഇപ്പം വീക്കെൻഡ്സിലാണെങ്കിലും ഫുള്ളാണ്, ഒരു കഫേ ഉണ്ട്, പിന്നെ അതുപോലെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സ് നടക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് വരുന്ന ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതിൻ്റെ ഒരു ലൊക്കേഷനെ കുറിച്ച് ഒന്ന് ബൈജുവേട്ടൻ പറയും. കാരണം ഇപ്പൊ ഇവിടെ ഉള്ളവർക്ക് അറിയാം ഇത് എവിടെയാണ് വരുന്നത് എന്താണെന്നുള്ളത്, പക്ഷെ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ അവർക്ക് ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ്, എത്ര ദൂരം ബാംഗ്ലൂർക്ക് വരുന്നുണ്ട്, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? അതെ, ഇത് ഒരു ബാംഗ്ലൂരിൻ്റെ ഡിഫറെൻറ്റ് സ്ഥലത്ത് നോക്കിയാൽ ഒരു 50 കിലോമീറ്റർ മുതൽ 75 കിലോമീറ്റർ വരെയാണ് ഇത് ഡിസ്റ്റൻസ്. ബട്ട് ഇതൊരു ചെന്നൈ സേലം ഹൈവേയുടെ ഒരു 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 20 കിലോമീറ്റർ ഈ ഡിസ്റ്റൻസിലാണ് ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പ്രോജക്റ്റുകളൊക്കെ കിടക്കുന്നത്. ഇതിനോട് വളരെ ഡ്രൈവബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസിലാണ് STRRകൾ വരുന്നത്. STRR എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് റിംഗ് റോഡ്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ആളുകൾ സാറ്റലൈറ്റ് റിംഗ് റോഡിലേക്ക് എൻട്രി എടുത്ത് എവിടെയാണോ അവർക്ക് പോകേണ്ടത് അവിടെ നിന്ന് എക്സിറ്റ് എടുക്കുന്ന രീതിയിലാണ് ഫുൾ ട്രാഫിക് മാറാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റുകളൊക്കെ വളരെ ഡ്രൈവബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസിലാണ്. അതായത് ആളുകൾക്ക് ഇവിടുത്തെ ഈ ഫാം എൻവിറോൺമെൻറ്റിൽ ഇരുന്നിട്ട് അവർക്ക് ഈ STRR ക്യാച്ച് ചെയ്തിട്ട് ജോലിക്ക് പോകാൻ വരെ എളുപ്പമുണ്ടായിരിക്കും. ഈ ഔട്ടർ ടു ഔട്ടർ ട്രാഫിക് ആൾവേസ് പ്രെഡിക്റ്റബിൾ ആണ്. ഇപ്പോൾ സിറ്റിയുടെ ഉള്ളിലാണ് ബാംഗ്ലൂർ സിറ്റിയുടെ തിരക്കറിയാലോ, അത് കൂടിക്കൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഒരു നീഡാണ്. അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയ അത് ആളുകൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അവരത് ചൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സാങ്ക്ടിറ്റി ഫർമയുടെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പുതിയ ഇന്നോവേഷൻ ഉണ്ടാക്കിയിട്ട് ആളുകളെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന സ്ഥിതിയല്ല. ഇതെല്ലാം ആളുകൾ അവരോ അവരുടെ മുമ്പത്തെ തലമുറയോ ആക്സസ് ഉണ്ടായിരുന്നത്, നമുക്ക് തിരക്കുള്ള ഒരു സ്ഥലത്തേക്ക് വരേണ്ടി വന്നത്, ആ ആക്സസ് കുറഞ്ഞത്, ഓക്കെ ആ വർക്ക് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ റിട്ടയർ ആവുക അല്ലെങ്കിൽ നമുക്ക് കുറച്ച് റിലാക്സ് സമയം ഉണ്ടാവുമ്പോൾ ഹൗ ടു ഹാവ് എ സിറ്റുവേഷൻ ലൈക്ക് ദാറ്റ്, അത് ആളുകളുടെ ഉള്ളിലുള്ള സാധനമാണ്. ഇപ്പോഴത്തെ മോഡേൺ സെറ്റപ്പിലേക്ക് വേണ്ടിയിട്ട് അവരുടെ കംഫർട്ടുകൾ കുറയാതെ എങ്ങനെ ഒരു ലൈഫ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ആൾസോ. വി ഹാവ് ടു കോൺസ്റ്റന്റ്ലി ഇംപ്രൂവ്. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷനിലാണ് ഈ പ്രോജക്റ്റുകൾ തുടങ്ങിയിട്ടുള്ളത്. ആളുകൾക്ക് വൺ മോർ ഓപ്ഷൻ ടു കൺസിഡർ ഗോ ആൻഡ് ലിവിങ്. ഓക്കെ, you have city, you have your village, you have other options, retirement homes, and Sanctity Firma is another way of living. Okay, you want to come and experience and be part of it എന്ന് ആളുകൾക്ക് ചോയ്സിലേക്ക് തോന്നിക്കുന്ന കാര്യങ്ങളും ബന്ധങ്ങളും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ കണ്ടിന്യൂസ് ജേർണി എന്ന് പറഞ്ഞത്. അതായത് ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ? ഇവിടെ ആൾക്കാർക്ക് വന്നിട്ട് അവരുടെ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഇവിടെ ഇപ്പൊ പല ടൈപ്പ് വീടുകളുണ്ടല്ലോ, പല എനിക്ക് തോന്നുന്നു ഫേമസ് ആർക്കിടെക്ട്സിന്റെയും വർക്കുകൾ ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ അവിടെ വന്ന് ഇതുപോലത്തെ വീടുകൾ വെച്ചിട്ട് നമുക്ക് ഇവിടെ താമസിക്കാം. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഹോസ്പിറ്റാലിറ്റി ഇതിന് കൊടുത്തിട്ട് അവർക്ക് റെന്റ് ഔട്ട് ചെയ്യാം. സോ എല്ലാത്തിനും നമ്മൾ ആക്ച്വലി ഓപ്പൺ ആണ് അല്ലേ? ഈ ഒരു കമ്മ്യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലും എങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആളുകളായിരിക്കും ഇപ്പൊ നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ ഇത് പണ്ടുണ്ടായിരുന്നത് സിറ്റിയുടെ ഔട്ട്സ്കേർട്ടിൽ ഇപ്പോൾ ഉണ്ടായി വരുന്ന ഒരു ടാഗ് ലൈനാണ്. ഓക്കെ, ഈ ഇൻവെസ്റ്റ് ഇൻ ഫാം ലാൻഡ്. ഓക്കെ, ഐ വാണ്ട് ടു ഗോ ആൻഡ് റിട്ടയർ ഇൻ ഫാം ലാൻഡ്. സോ ദിസ് ഈസ് എ ട്രാൻസിഷൻ പീരിയഡ്. So a lot of people who bought property, they are still busy in the city. So അതൊക്കെ അധികം ഈ മെട്രോയിൽ വർക്ക് ചെയ്യുന്നവരും അത് ചെന്നൈ സൈഡ് എന്നുള്ളതുണ്ട്, കൂടുതലായിട്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒക്കെ അവർക്ക് അവരുടെ കുട്ടികൾ സ്കൂളിൽ കോളേജിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ വി വാണ്ട് ടു സ്പെൻഡ് മോർ ടൈം ഹിയർ എന്ന് പറഞ്ഞിട്ട് നൗ ഐ ജസ്റ്റ് വാണ്ട് ടു ഗോ ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ്. ഓക്കെ, അതാണ് കൂടുതൽ ഉള്ള ആളുകൾ. They want to join here permanently, but they have some responsibility committed to the city side. So അതുകൊണ്ടാണ് ഇതിനെ ഒരു പോസിറ്റീവ് മോഡലാക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റാലിറ്റി
അതായത് ഇങ്ങനത്തെ കാര്യങ്ങൾ ആളുകൾക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട്, കാരണം കുറേ ആളുകൾ ജനിച്ചത് അപ്പാർട്ട്മെന്റിൽ, വളർന്നത് അപ്പാർട്ട്മെന്റിൽ, വളർന്നത് സിറ്റിയിൽ. സോ they don't know how a village work. Correct. Okay, in terms of security, in terms of social stigma and lot of things. Okay, so hospitality will help people to understand this better. Okay, they are free to go walk around, understand, and then once they relate to that, they can come and take a decision to permanently stay here. Okay, അപ്പോൾ ഇപ്പോൾ പ്രോജക്ട് നമ്പർ 1 എന്ന് 5ലേക്ക് വളർന്നെന്നുള്ളത് ഇതിനൊരു ആവശ്യക്കാരുള്ളത് കൊണ്ടാണ്. അതിൽ ഇനി ഇപ്പോൾ നമ്മൾ ഈ ബ്ലോഗ് കൊണ്ടും മറ്റത് കൊണ്ടൊക്കെ കൂടുതൽ എംഫസൈസ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്, ദിസ് ഈസ് എ പ്ലേസ് യു ക്യാൻ ഡയറക്ട്ലി കം ആൻഡ് റിട്ടയർ. ഓക്കെ, ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് approaches when they retire. Okay, most of the people they don't want to continue where they were staying till that point. So if your ideas are fitting into Sanctity Family, you have the opportunity to come and stay here. ഇവിടെ സിംഗിൾ വുമൺ ആയിട്ടുള്ള 2 പേര് എന്നെ ഇവിടെ റിട്ടയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കം ആൻഡ് എക്സ്പീരിയൻസ് ത്രൂ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഇഫ് യു ലൈക്ക് ഇറ്റ്, please enrich the community by staying. Okay, so I'm not now emphasizing more on the real-time people than considering this as an investment. My priority is to those sort of people. Okay, and more people coming give us challenge. We will improve and we add more facilities and things based on that demography of the people. പിന്നെയുണ്ടല്ലോ ബൈ ചേട്ടാ, ഇപ്പൊ നമ്മള് SF1 തൊട്ട് SF5 വരെ നമ്മുടെ ജേർണി എത്തി നിൽക്കുകയാണ്. ഇപ്പൊ SF5 ആണ് ഇപ്പൊ നമ്മള് ഡിസംബറിൽ ലോഞ്ചിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ട് ആവണമെങ്കിൽ എന്താണ് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്, അല്ലെങ്കിൽ മിനിമം എത്ര ലാൻഡ് എടുത്ത് നമുക്ക് ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളൊന്ന് പറയാമോ? ഇത് 2 അപ്രോച്ചാണ്. ഒന്ന് അഫോർഡബിലിറ്റി, 2 മിനിമം ലാൻഡ് ഏരിയ റിക്വയർഡ് ടു കീപ്പ് ഫാം ലാൻഡ് ഫെസിലിറ്റി. അപ്പോൾ അതൊക്കെ കൂടെ കൺസിഡർ ചെയ്തിട്ട് 10,000 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മളുടെ 1 യൂണിറ്റ് സൈസ്. അത് ഡിഫറെൻറ്റ് പ്രോജക്റ്റിൽ ഡിഫറെൻറ്റ് ഒരു 20 കിലോമീറ്റർ റേഡിയസ് ഉള്ള ലൊക്കേഷനിൽ ഡിഫറെൻറ്റ് ജോഗ്രഫി ഉണ്ട്, ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ് നടന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഡിസംബർ 20th ലോഞ്ച് ചെയ്യാൻ പോകുന്ന സ്ഥലമുണ്ട്. അത് 400 rupees per square feet to 700 rupees per square feet ആണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന റേറ്റ്. അതായത് 40 ലക്ഷം മുതൽ 70 ലക്ഷം രൂപ വരെ. ഇപ്പൊ നമ്മളിപ്പോ ഈ SF1 തൊട്ട് SF5ന്റെ ഉള്ളിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? അതില് നമുക്കൊരു ഭാഗം ആവണമെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാ ഓപ്ഷനും ഇവിടെ വരുമ്പോ അവര് മാർക്കറ്റിംഗ് കാണിച്ചു കൊടുക്കും. കറക്റ്റ് അല്ലേ? അപ്പൊ അവർ വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് വരുമ്പോൾ ഏകദേശം ഒരു 40 lakhs തൊട്ട് 70 lakhsന്റെ ഉള്ളിലാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് അല്ലേ? അപ്പൊ നമ്മളിപ്പോ ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട് എന്ത് റേഞ്ചിൽ വേണമെങ്കിലും നമുക്ക് വെക്കാം അല്ലേ? നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള ആർക്കിടെക്റ്റിനെ വെച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പൊ ബജറ്റിന്റെ അടുത്ത് പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മള് ഒരു ലാൻഡിന്റെ 20% മാത്രമാണ് കൺസ്ട്രക്ഷന് ഉപയോഗിക്കാവൂ. ബാക്കി 80% നമ്മൾ കൂടുതൽ ഗ്രീനറി, ആ ഒരു ഫാം എന്നുള്ള കോൺസെപ്റ്റ് തന്നെ നിലനിർത്തിക്കൊണ്ട് ചെയ്യണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അല്ലേ? അതെ. ഇത് ഈ ട്രാൻസ്ഫർ ഓഫ് ദ ലാൻഡ് അബ്സല്യൂട്ട് ഓണർഷിപ്പ് ചേഞ്ച് ആണ്. ഓക്കെ, ദെൻ ദ 10,000 belongs to the person who bought it. There is no conditions applied. Okay, to protect the interest of the people, നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ള 2 ഡോണ്ട് ഡൂസ് എന്ന് പറയുന്നത്, ഒന്ന്, don't exceed more than 20% of the land area for construction, but you can go for 2 floors, increase your the idea is keep 80% of the land for greenery so that you have the feeling of you are away from lot of constructions and things like that. The second thing is don't go for any chemical farming. Okay, so it should be organic farming. And this rule is not government rule. Government rule you can construct much more than this thing, but this is an internally we all accepted thing. 10,000 സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് മിനിമം ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടുത്തെ ഒരു കസ്റ്റമർ ബേസ് എങ്ങനെയാണ്? ഇപ്പം കൂടുതൽ ആൾക്കാരും ഈ 10,000 സ്ക്വയർ ഫീറ്റ് തന്നെയാണോ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുത്ത ആൾക്കാരുണ്ടോ? അതൊന്ന് പറയാമോ? ഞാൻ ഇത് തുടങ്ങിയപ്പോൾ 1 acre പ്ലോട്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ കുറെ കാലം 1 acre, then half acre, തന്നെയാണ് 10,000
ഇതിൻ്റെ വില കൂടുമ്പോൾ ആളുകൾക്ക് ഒരു അഫോർഡബിലിറ്റി ഒക്കെ ആയിട്ട് ഈ ഒരു നമ്പറിലേക്ക് എത്തിപ്പെട്ടു. ഇത് പല ആളുകളുടെയും ഡ്രീം അനുസരിച്ച് ഇപ്പം ചില ആളുകൾക്ക് ഇമ്മീഡിയറ്റ്ലി പ്ലാൻ ഉണ്ട്. ആഫ്റ്റർ 2 years ഐ എം ഗോയിങ് ടു റിട്ടയർ, സോ ഐ നീഡ് ഐ എം മൂവിങ് മൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം അതർ തിങ്സ് ടു എ ബിഗർ പ്ലോട്ട് എന്ന് പറഞ്ഞ് 1 ഏക്കർ 2 ഏക്കർ 4 ഏക്കർ 5 ഏക്കർ വരെയുള്ള ആളുകളുണ്ട്. ബിക്കോസ് വാട്ട് ആർ ആൾ some people, they just liquidate everything and they want to come and settle there sort of people. So they will have their house, they will also make a couple of houses for hospitality to ensure a continuous revenue. Okay, hospitality is reaping a really interesting revenue in terms of financial investment. Okay, so that is also one of the reason for more people constructing before they actually coming and staying here full time. Okay, so since Bangalore is there, that model is having a good what do you call need. Okay, പിന്നെയുണ്ടല്ലോ ബൈജേട്ടാ, ഇപ്പോൾ നമ്മൾ ഈ സാങ്ക്ടിറ്റി ഫേം എന്ന് പറഞ്ഞ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി അത് മെച്ചപ്പെടുത്താന്നുള്ളതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാറുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ മെഷേഴ്സാണ് നമ്മൾ എടുക്കാറുള്ളത്? ഇവിടുത്തെ പ്രൈമറി ആക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പ്ലാന്റിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ട്രീസ്, കൺസ്ട്രക്ഷൻ ആൻഡ് the animals and maintenance of the things. Okay, so ഈ മെട്രിക്സുകളൊക്കെ ഇപ്പോൾ അഗ്രികൾച്ചറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ നോക്കുന്ന റിപ്പോർട്ട്, ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന റിപ്പോർട്ടും നമ്പർ ഓഫ് പ്ലാന്റ്സ് പ്ലാന്റഡ് പെർ ലൊക്കേഷൻ എത്രയാണെന്നുള്ളത് മന്ത്ലി, നമ്പർ ഓഫ് പ്ലാന്റ്സ് മോർട്ടാലിറ്റി റേറ്റ് പെർ മന്ത്, ഈ 2 പാരാമീറ്റർ ഞാൻ കോൺസ്റ്റൻ്റ്ലി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരുന്ന agriculture will be developing constantly. Okay, in the other side it is living space. So the other 2 parameters are number of square feet finished by company per site and number of square feet customers built per site per month. So this is the parameter. Whenever there is a dip in that, have to go into the details why customers are making housing less that month. So these sort of simple parameters to ensure the backbone of Sanctity Firmae is continuously evaluated and trying to improve. Okay, I can very easily try to check measures to increase the number of plants planted per month or square feet per month and this way of it. Okay, so finding we have defined business in a very easy to understand mathematical numbers. And what is the growth of Sanctity Firmae? Number of sales happen per month, number of site visit happen per month. Okay, so like that we defined our quality and growth in terms of number even a kid can understand. So definition of work is in a very simple mathematical number that everybody know how to improve that. No other confusion will work out here. Okay, yeah, so this is the simple way we are managing for the growth. അതായത് നമ്മളൊരു സിസ്റ്റം ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? എന്ത് ഒരു ബിസിനസ്സിൽ എനിക്ക് തോന്നുന്നു ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതിനാണ് നമുക്ക് സമയം എടുക്കുന്നത്. വൺസ് നമ്മൾ സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ സിസ്റ്റം ആ ബിസിനസ് റൺ ചെയ്തോളൂ അല്ലേ? അപ്പൊ അത് ഓൾറെഡി ഒരു നല്ല സിസ്റ്റം നമ്മളിവിടെ ഉണ്ട്. ഈ പറഞ്ഞ ക്ലാരിറ്റി ഞാൻ 6-7 വർഷം കഴിഞ്ഞിട്ട് ഇതിന് മുമ്പത്തെ പ്രാവശ്യം നിങ്ങൾ വന്നപ്പോൾ എനിക്ക് ക്ലാരിറ്റി ഇല്ലായിരുന്നു. മനസ്സിലായി. അത് ഇപ്പോഴുള്ള ക്ലാരിറ്റി വെച്ചിട്ട് പറഞ്ഞ ഇപ്പൊ ഇതാണ് കഴിഞ്ഞ ഒരു വർഷത്തില് പ്രോസസ്സിലൊക്കെ നടത്തിയ കാര്യം. അതുണ്ട്, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഓരോ വർഷം നമ്മൾ വരുമ്പോഴും കുറേ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ വീടുകളാണെങ്കിലും അല്ലെങ്കിൽ റോഡുകളാണെങ്കിലും എല്ലാ കാര്യത്തിലും ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് ഓരോരോ വർഷം ഇവിടെ വരും. നമ്മളിപ്പോ കറക്റ്റ് ഒരു വർഷം കൂടുമ്പോഴല്ലേ വരുന്നേ, ഇടയ്ക്കിടയ്ക്ക് വരുന്നില്ല. അപ്പൊ ഈ ഒരു വർഷം കഴിഞ്ഞ് വരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു വർഷത്തെ ചേഞ്ച് മറ്റാരെക്കാളും നന്നായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനെപ്പോഴും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈജുവേട്ടൻ ആദ്യം പറയുന്നത് എല്ലാം ഡ്രീമാണ്. ഇപ്പൊ ഇവിടെ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സീയിങ് ഈസ് ബിലീവിങ് ആണ്. ഇവർക്കൂടെ വരാം, കാണാം, സ്റ്റേ ചെയ്യാം, എൻജോയ് ചെയ്യാം, ഇവിടുത്തെ ഫെസിലിറ്റി ഒക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക്
ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരം. നമ്മളുടെ ഈ മീറ്റിംഗ് തന്നെ അതിനൊരു ഒരു ഒരു പ്രൂഫാണല്ലോ. 5 വർഷമായിട്ട് നിങ്ങൾ തല്ലിപ്പൊളിയായിട്ടുള്ള ഒരാളിപ്പോ കണക്ട് ആവത്തില്ല, തിരിച്ച് അങ്ങോട്ടും ഇല്ല. സോ ഇതൊരു ഭിന്നായിട്ട് നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കുറെ 10 കൊല്ലം 20 കൊല്ലം പോകാൻ പറ്റട്ടെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നമ്മള് പല സ്ഥലങ്ങളിൽ ഈ ഫാം ലാൻഡ് മേടിക്കല് അല്ലെങ്കിൽ ഫാം കോൺസെപ്റ്റ്സ് ഒത്തിരി നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പൊ ബൈജേട്ടന്റെ ഒരു വിഷനും ബൈജേട്ടന്റെ ഒരു ഡ്രീമുമാണ് സാങ്ക്ടിറ്റി ഫേം. അപ്പൊ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ഫാം ലാൻഡുകളിൽ നിന്ന് എന്താണ് നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റിനെ ഡിഫറെന്റ് ആക്കുന്നത് എന്നൊന്ന് പറയാമോ? ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ക്യാപിറ്റൽ നമ്മൾ ഒരാളെടുത്തുനിന്ന് ഇങ്ങനത്തെ പ്രോജക്റ്റുകളിലേക്ക് ക്യാപിറ്റലാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റലിന് 2-3 റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒന്ന് അതിൻ്റെ സേഫ്റ്റി, 2 ക്യാപിറ്റൽ ഗ്രോത്ത്, 3 ഈ ക്യാപിറ്റൽ എന്തുകൊണ്ട് ഗ്രോ ആവുന്നു അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആ പ്രോഡക്റ്റിൻ്റെ മേലെ ഉണ്ടാക്കുമ്പോഴാണ് അതിനെ ഫിനാൻഷ്യലി നമുക്ക് അതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഇനീഷ്യലി ഞാൻ ഈ പ്രോജക്റ്റ് തുടങ്ങിയപ്പോൾ അത് ഞാൻ വിചാരിച്ചു അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സിലൂടെയാണ് ഞാൻ ROI ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇതിനെ പ്രാക്ടിക്കലായിട്ട് ഇതിനെ ഇപ്പോൾ പ്ലേസ് ചെയ്യണമെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ആയിരിക്കണം ഇതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ROI കൊണ്ടുവരും. ബെസ്റ്റ് ROI എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ വന്ന് താമസിക്കുന്നതാണ്. അത് 2 കൊല്ലെടുക്കും 5 കൊല്ലെടുക്കും എന്നുള്ള സാഹചര്യമുള്ള ആളുകൾക്ക് ഈ ഒരു ROI മോഡൽ നമ്മൾ കൊടുന്നപ്പോൾ അത് ഇപ്പോൾ ഒരു ടിപ്പിക്കലി ഒരു 1 to 1.5 crore ഇൻവെസ്റ്റ്മെൻ്റ് ആവും വിത്ത് ലാൻഡ് ആൻഡ് കൺസ്ട്രക്ഷൻ. 1.5 lakh 1 lakh ഇതൊക്കെ നെറ്റ് കിട്ടുന്ന ഒരുപാട് ഹൗസ് ഓണേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്രോഡക്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതിന്ന് വരുന്ന ROI എന്താണ്, ഞാനിതിലൂടെ വീടുണ്ടാക്കിയാൽ എത്ര എനിക്ക് അഷ്വേർഡായിട്ട് ഒരു റവന്യൂ ഇതിൽ കിട്ടും, ഇതാണ് ഓരോരുത്തരും ചെക്ക് ചെയ്യേണ്ട പാരാമീറ്റർ. ഓക്കെ, ബാക്കിയൊക്കെ ഡ്രീമാണ്. ദർ ഷുഡ് ബി സം മെഷറിംഗ് ടൂൾ, റൈറ്റ്? So, and also under the ROI, as I told, getting an opportunity to use it whenever you want. You give it whenever you want to give it to get rent. Remaining time, 2 months, I am not going to give it for rent. The 2 months is for mine. You have that option. When you are buying for another apartment as an investment, you don't have that option. There is no lifestyle enhancement happening. So, when you are considering second apartment, try this sort of option. It will enhance your lifestyle and also a comparable or better capital growth and ROI proposition. Okay, so considering all those 4 things, I'm inviting people to join these sort of ventures. It will help India in multiple ways. അപ്പോൾ വൈജുവേട്ടാ, ഇനി അടുത്ത വർഷം എനിക്ക് തോന്നുന്നു ഈ സമയമാകുമ്പോൾ ഇതുപോലെ തന്നെ SF6-ന്റെ ലോഞ്ചൊക്കെ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ വർഷവും ഇവിടെ വരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ബൈജുവേട്ടൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ നമ്മുടെയും വ്ളോഗ്സിൻ്റെ വെരി സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ ചെയ്തിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് സാങ്ക്ടിറ്റി ഫേം. ബൈജുവേട്ടൻ പറഞ്ഞ പോലെ ഇപ്പോൾ 5 വർഷമായിട്ട് ആ ഒരു അസോസിയേഷനും കാര്യങ്ങളും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഓരോ വ്ളോഗ് ഇറങ്ങുമ്പോഴും എനിക്ക് തോന്നുന്നു നമുക്ക് ഈ പ്രോഡക്റ്റ് ഏറ്റവും ഭംഗിയായിട്ട് കാണിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതിനിയും അങ്ങനെ തന്നെ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം ഈ വർഷം അവസാനിക്കാറായി. അപ്പം എല്ലാവർക്കും ഒരു മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വർഷം പ്രൈമറി ആയിട്ട് നമ്മൾ ഫോക്കസ്ഡ് ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്നത് AI റെവല്യൂഷൻ സാങ്ക്ടിറ്റി ഫേമിലും വരാൻ പോവുകയാണ്. ആൾ ദ ഗുഡ് കേസസ് നമ്മളിവിടെ ട്രൈ ചെയ്യും. ആൻഡ് ദിസ് ഈസ് December mid. We are all awaiting for a Merry Christmas and a Happy New Year. Enjoy and thank you so much. Thank you, sir. Thank you.